സാൻ കിസിലേക്ക് എൻ്റെ എല്ലാ മക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അവരുടെ IT പാഠപുസ്തകത്തിലെ മോഡൽ IT എക്സാമിന് വന്ന മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ മക്കളും വീഡിയോ കൊണ്ട് നന്നായി പഠിക്കുക. ഒന്നാമത്തെ ചോദ്യം നോക്കാം. തന്നിരിക്കുന്ന പട്ടികയിലെ വിവരങ്ങൾ ഉൾപ്പെടുത്തി DBMS തയ്യാറാക്കുമ്പോൾ ഡാറ്റ ടൈപ്പ് ടെക്സ്റ്റായി ഉൾപ്പെടുത്താൻ അനുയോജ്യമായ ഫീൽഡുകൾ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ്? ഇതിൻ്റെ ആൻസർ സ്റ്റുഡൻറ്റ് _ ഐഡിയും നെയിമും. ഈ ടേബിൾ നോക്കുക. അപ്പോൾ ഇതിൻ്റെ ശരിയായ ആൻസർ എയും ബിയുമാണെന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തെ ചോദ്യം. ക്വാണ്ടം GIS സോഫ്റ്റ്വെയറിലേക്ക് ആഡ് ഡെലിമേറ്റഡ് ടെക്സ്റ്റ് ലെയർ വഴി കേരള _floods.csv എന്ന ഡാറ്റ ഫയൽ ഉൾപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിൻ്റെ ആൻസർ ഫയൽ ഫോർമാറ്റ് CSV ആയിരിക്കണം എന്നതാണ് അതിൻ്റെ ഒന്നാമത്തെ ആൻസർ. രണ്ടാമത്തെ ആൻസർ X ഫീൽഡിൽ ലോഞ്ചിറ്റ്യൂഡും Y ഫീൽഡിൽ ലാറ്റിറ്റ്യൂഡും ആയിരിക്കണം. ഓപ്ഷൻ എയും ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. GNU ലിനക്സ് ആണ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ വിഭാഗത്തിൽ ഉൾപ്പെട്ട ആദ്യത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികൾ ആരെല്ലാം? ഇതിൻ്റെ ആൻസർ റിച്ചാർഡ് മാത്യു സ്റ്റാൾമാനും, അതായത് നമ്മുടെ സ്വതന്ത്ര സോഫ്റ്റ്വെയറിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന റിച്ചാർഡ് മാത്യു സ്റ്റാൾമാൻ, RMS എന്നും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ലിനസ് ടോൾവാർഡ്സുമാണ്. ഓപ്ഷൻ സിയും ഇയുമാണ് ശരിയായ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചിത്രത്തിലെ സർക്യൂട്ട് നിരീക്ഷിക്കുക. പ്രസ്തുത സർക്യൂട്ടുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഇവിടെ നമുക്ക് ബി നോക്കാം. സെർവോ മോട്ടറിൻ്റെ കൺട്രോൾ പിൻ ഡിജിറ്റൽ പിൻ 9 കണക്ട് ചെയ്തിരിക്കുന്നു. സെർവോ മോട്ടറിൻ്റെ കൺട്രോൾ പിൻ ഡിജിറ്റൽ പിൻ 9 കണക്ട് ചെയ്തിരിക്കുന്നു. ഇതാണ് ഡിജിറ്റൽ പിൻ 9. രണ്ടാമത്തെ ആൻസർ സി ആണ്. LED ആനോഡ് റെസിസ്റ്റർ ഉപയോഗിച്ച് ശ്രേണിയായി ഡിജിറ്റൽ പിൻ 8 കണക്ട് ചെയ്തിരിക്കുന്നു. LED ആനോഡ് എന്ന് പറയുമ്പോൾ LED നീളം കൂടിയ കാലാണ് ആനോഡ്. കാത്തോഡ് പറയുമ്പോൾ LED നീളം കുറഞ്ഞ കാല്. LED ആനോഡ് റെസിസ്റ്റർ ഉപയോഗിച്ച് ശ്രേണിയായി ഡിജിറ്റൽ പിൻ 8 കണക്ട് ചെയ്തിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഇവിടെ ഇതാണ് LED റെസിസ്റ്ററുമായിട്ട് കണക്ട് ചെയ്തു. ഇത് ഡിജിറ്റൽ പിൻ 8 കണക്ട് ചെയ്തിരിക്കുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓപ്പൺ ടൂൺസിൽ ഒരു ഫ്രെയിമിലുള്ള ഉള്ളടക്കത്തെ മറ്റു ഫ്രെയിമുകളിലേക്ക് പകർത്താൻ ഉപയോഗിക്കുന്ന സങ്കേതം ഏതാണ്? ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ. ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ടു റിപ്പീറ്റ് സെലക്റ്റഡ് സെൽസ് എന്നതാണ് ആൻസർ. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം. നൽകിയിരിക്കുന്നത് പോലെ ഒരു ചിത്രം ഓപ്പൺ ടൂൺസിൽ വരയ്ക്കാൻ ഉപയോഗിക്കാവുന്ന ടൂൾ ഏത്? ഓപ്ഷൻ സി ആണ് ശരിയായ ആൻസർ. ഇതിനെ ജോമെട്രിക് ടൂൾ എന്ന് പറയപ്പെടുന്നു. ജോമെട്രിക് ടൂൾ. ഓപ്ഷൻ സി. അടുത്തത്. സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയറിൽ ആകാശഗോളങ്ങളെ തിരയാൻ ചിത്രത്തിൽ കാണുന്ന ടൂൾ ബാറിലെ ഏത് ടൂളാണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, സെർച്ച് വിൻഡോ. ഇതാണ് സെർച്ച് വിൻഡോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന ഭൂവിവര വ്യവസ്ഥാ സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാണ്? അതിൽ അല്ലാത്തത്, ഭൂവിവര വ്യവസ്ഥാ സോഫ്റ്റ്വെയർ അല്ലാത്തത് ലിബ്രെ ഓഫീസ് കാൽക്കാണ്. ബാക്കിയെല്ലാം ഭൂവിവര വ്യവസ്ഥാ സോഫ്റ്റ്വെയർ ആണെന്നും മനസ്സിലാക്കാം. FLOSS ഫ്രീ, ലിബർ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ലൈസൻസ് അനുസരിച്ച് പ്രസിദ്ധീകരിക്കുന്ന സോഫ്റ്റ്വെയറുകളെ സംബന്ധിച്ചുള്ള പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? ശരിയായ ആൻസർ. ഇതനുസരിച്ചുള്ള എല്ലാ സോഫ്റ്റ്വെയറുകളും സൗജന്യമായി ലഭിക്കും. ഇത് തെറ്റായ പ്രസ്താവനയാണെന്ന് മനസ്സിലാക്കുക. സ്വതന്ത്ര സോഫ്റ്റ്വെയറുകളെ സംബന്ധിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? ഓപ്ഷൻ സി, മാറ്റം വരുത്തിയ ഭാഗങ്ങൾക്ക് പ്രത്യേക ലൈസൻസ് എടുക്കാം. പരസ്പര ബന്ധമുള്ള പട്ടികകളിൽ നിന്ന് വളരെ എളുപ്പത്തിൽ നമുക്കാവശ്യമായ വിവരങ്ങൾ കണ്ടെത്തി നൽകാൻ കഴിയുന്ന സോഫ്റ്റ്വെയർ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ് എസ്ക്യുലേറ്റ്. അടുത്തത്. DB ബ്രൗസർ ഫോർ എസ്ക്യുലേറ്റ് തയ്യാറാക്കിയ ടേബിളാണ് നൽകിയിരിക്കുന്നത്. ഇതിലെ പച്ച നിറത്തിൽ കാണുന്ന player_id, player_name തുടങ്ങിയ നിരകളെ എന്താണ് വിളിക്കുന്നത്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫീൽഡ്സ് എന്നാണ് വിളിക്കുന്നത്. ചിത്രത്തിലെ സർക്യൂട്ട് നിരീക്ഷിക്കുക. ബസറിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻ ഓർഡിനോ യുനോയിലെ ഏത് ഡിജിറ്റൽ പിന്നിലേക്ക് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഇതിൻ്റെ ആൻസർ ഡിജിറ്റൽ പിൻ 8ലേക്ക്. ആർഡിനോ യുനോയിലെ ഡിജിറ്റൽ പിൻ 13ൽ ഒരു LED കണക്ട് ചെയ്തിരിക്കുന്നു. തന്നിരിക്കുന്ന കോഡ് ബ്ലോക്ക് ഓർഡിനോയിലേക്ക് അപ്ലോഡ് ചെയ്ത് പ്രവർത്തിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഔട്ട്പുട്ടിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ, 1 സെക്കൻഡ് ഇടവേളയിൽ LED തുടർച്ചയായി മിന്നിത്തെളിയുന്നു. അടുത്ത ചോദ്യം. ഒരു ക്യൂബിൻ്റെ ആകെ പരപ്പളവ്, വ്യാപ്തം ഇവ കണ്ടുപിടിക്കുന്നതിനുള്ള
പൈത്തൺ പ്രോഗ്രാമാണ് തന്നിരിക്കുന്നത്. ഇതിൽ വിട്ടുപോയ ഭാഗത്ത് ഉൾപ്പെടുത്തേണ്ട ശരിയായ നിർദ്ദേശങ്ങൾ ഏതെല്ലാം? ക്യൂബിൻ്റെ ആകെ പരപ്പളവ് 6 × വശം × വശം, വ്യാപ്തം സമം വശം × വശം × വശം. അപ്പോൾ ഇവിടെ പ്രോഗ്രാം ഇവിടെ തന്നിട്ടുണ്ട്. വിട്ടുപോയ ഭാഗത്ത് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഇതിൻ്റെ ആൻസർ ബിയും സിയുമാണ്. ഇവിടെ TSA സമം 6 × പൈത്തണിലെ പൈത്തൺ പ്രോഗ്രാമിൽ ഇൻറ്റു എന്ന ചിഹ്നം കീബോർഡിലെ ഈ ഒരു ചിഹ്നം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും. അപ്പം BC ആണ് ശരിയായ ആൻസർ എന്ന് മനസ്സിലാക്കാം. ഈ ഒരു ഇൻറ്റു ചിഹ്നം പൈത്തണിൽ ഉപയോഗിക്കാറില്ല. ഈ സ്റ്റാർ ചിഹ്നമാണ് ഉപയോഗിക്കുന്നത്. സ്ക്രൈബസ് സോഫ്റ്റ്വെയറിൽ ഒന്നാമത്തെ ചിത്രത്തിലെ ഒബ്ജക്റ്റുകളെ രണ്ടാമത്തെ ചിത്രത്തിലേതുപോലെ ക്രമീകരിക്കാൻ താഴെ നൽകിയവയിൽ യോജിച്ച പ്രവർത്തന ഘട്ടങ്ങൾ ഏതെല്ലാം? ഇതിൻ്റെ ആൻസർ ഒന്ന് ബി. ത്രികോണത്തിൻ്റെ ഫിൽ കളറ് റെഡ് സെലക്ട് ചെയ്യുക. ഇവിടെ ത്രികോണത്തിൻ്റെ ഫിൽ കളറ് റെഡ് സെലക്ട് ചെയ്യുക. പിന്നെ ത്രികോണത്തിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ലെവൽ ലോവർ സെലക്ട് ചെയ്യുക. ത്രികോണത്തിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ലെവൽ ലോവർ സെലക്ട് ചെയ്യുക. വൃത്തത്തിന് നിഴലും വെളിച്ചവും നൽകി ചിത്രത്തിൽ നൽകിയ മാതൃകയിൽ ഒരു ഗോളം തയ്യാറാക്കാൻ ഇങ്ക്സ്കേപ്പിൽ സാധിക്കും. ഇതിനായി താഴെ നൽകിയിരിക്കുന്ന ഏതൊക്കെ സങ്കേതങ്ങളാണ് ഉപയോഗിക്കേണ്ടത്? ഇതിൻ്റെ ആൻസർ ഗ്രേഡിയൻ്റ് സങ്കേതം ഉപയോഗിക്കുക. അതുപോലെ തന്നെ ബ്ലർ എന്ന സങ്കേതവും ഉപയോഗിക്കുക. ഗ്രേഡിയൻറ്റും ബ്ലറും. സൈബർ ലോകത്ത് പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മുടെ സാന്നിധ്യം അവിടെ രേഖപ്പെടുത്തുന്നു. ഇത്തരം ഡിജിറ്റൽ ഫുട് പ്രിൻറ്റിൻ്റെ സാഹചര്യങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ സി, വെബ്സൈറ്റുകൾ സന്ദർശിക്കുക. അതുപോലെ തന്നെ ഡി, ഫോട്ടോ ഓൺലൈനായി ഷെയർ ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു വെബ് പേജിൻ്റെ എലമെൻ്റ് തന്നിരിക്കുന്നു. ഈ എലമെൻറ്റിലെ സ്റ്റൈൽ നിർദ്ദേശങ്ങളിൽ പ്രോപ്പർട്ടി വിഭാഗത്തിൽപ്പെടുന്നവ ഏതെല്ലാം? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, കളറും ടെക്സ്റ്റ് അലൈൻ എന്നതും പ്രോപ്പർട്ടി വിഭാഗത്തിൽ പെടുന്നവയാണെന്ന് മനസ്സിലാക്കാം. ടെക്സ്റ്റ് അലൈൻ, അതുപോലെ തന്നെ കളറ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓർഡിനോ യുനോയിൽ തയ്യാറാക്കിയ സർക്യൂട്ടും തന്നിരിക്കുന്ന ബ്ലോക്ക് കോഡും നിരീക്ഷിക്കുക. ഡിജിറ്റൽ പിൻ 8-ൽ ബസറിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻ കണക്ട് ചെയ്തിരിക്കുന്നു. കോഡ് ഓർഡിനോയിലേക്ക് അപ്ലോഡ് ചെയ്ത് പ്രവർത്തിപ്പിക്കുമ്പോൾ ബസർ വീപ്പ് ശബ്ദം പുറപ്പെടുവിക്കുന്നതിൻ്റെ വേഗത വർദ്ധിപ്പിക്കാൻ പ്രോഗ്രാമിൽ എന്ത് വ്യത്യാസം വരുത്തണം? ഇവിടെ ആൻസർ വെയിറ്റ് കോഡ് ബ്ലോക്കിലെ ഇടവേള കുറച്ച് കൊടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയറിൽ ആകാശഗോളങ്ങളെ തിരയാൻ ചിത്രത്തിൽ കാണുന്ന ടൂൾ ബാറിലെ
ഏത് ടൂളാണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, സെർച്ച് വിൻഡോ. നെക്സ്റ്റ്, ജിയോജിബ്ര സോഫ്റ്റ്വെയറിലെ ഇൻപുട്ട് ബാറിൽ x=-1 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്താൽ സ്ക്രീനിൽ ദൃശ്യമാകുന്ന രൂപം ഏതാണ്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇവിടെ -1 നേരെ ലൈൻ വരുന്നതാണ്. x=-1 എന്ന് ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ചെയ്താൽ ലഭിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചിത്രത്തിലെ സർക്യൂട്ട് നിരീക്ഷിക്കുക. പ്രോഗ്രാം ഓർഡിനോ യുനോയിലേക്ക് അപ്ലോഡ് ചെയ്ത് സർക്യൂട്ടിലെ LED-യെ പ്രകാശിപ്പിക്കുവാൻ ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏറ്റവും അനുയോജ്യമായ ബ്ലോക്ക് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, വെൻ ഓർഡിനോ യുനോ സ്റ്റാർട്ടപ്പ് സെറ്റ് ഡിജിറ്റൽ പിൻ 13 ഔട്ട്പുട്ട് ആസ് ഹൈ. ഡിജിറ്റൽ പിൻ 13 ഔട്ട്പുട്ട് ആസ് ഹൈ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തന്നിട്ടുള്ള കാസ്കേഡിംഗ് സ്റ്റൈലുകൾ ഒരു വെബ് പേജിൽ ഉൾപ്പെടുത്തുമ്പോൾ തലക്കെട്ടിൻ്റെ പശ്ചാത്തലത്തിന് ലഭിക്കുന്ന നിറം ഏതാണ്? ഇത് പാരഗ്രാഫിൻ്റെ സ്റ്റൈലാണ്. അതുപോലെ തന്നെ ഇത് ഹെഡിങ്ങിൻ്റെ സ്റ്റൈലാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് തന്നിരിക്കുന്ന കാസ്കേഡിംഗ് സ്റ്റൈലുകൾ ഒരു വെബ് പേജിൽ ഉൾപ്പെടുത്തുമ്പോൾ തലക്കെട്ട് ഉദ്ദേശിച്ചത് ഹെഡിങ് 1 ആണ്, പ്രധാന തലക്കെട്ട്. അപ്പോൾ ആ തലക്കെട്ടിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് കളറാണ്. ഇവിടെ ബ്ലൂ ആണ്. അപ്പോൾ ഇവിടെ ആൻസർ നീല എന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെബ് പേജിലെ ഒരു പാരഗ്രാഫിലെ ടെക്സ്റ്റിന് പിങ്ക് നിറം നൽകാൻ ചുവടെ തന്നിട്ടുള്ള ഏത് കാസ്കേഡിംഗ് സ്റ്റൈലാണ് ഉപയോഗിക്കേണ്ടത്? പാരഗ്രാഫ് ഇതാണ്, പാരഗ്രാഫിലെ ടെക്സ്റ്റ് അല്ലേ. അപ്പോൾ ഇതാണ് വെബ് പേജിലെ ഒരു പാരഗ്രാഫിലെ ടെക്സ്റ്റിന് പിങ്ക് നിറം നൽകാൻ ചുവടെ തന്നിട്ടുള്ള ഏത് കോഡിംഗ് ആണ്, ഏത് കാസ്കേഡിംഗ് സ്റ്റൈലാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ പി ബ്രാക്കറ്റ് ഓപ്പൺ കളറ് പിങ്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൈബർ ലോകത്തെ അനുയോജ്യമായ ഇടപെടൽ ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ്? ഒരാളുടെ ഫോട്ടോ അയാളുടെ അനുമതിയോടുകൂടി ഷെയർ ചെയ്യുക.